ഹായ് ഡിയേഴ്സ്. മഴയായ കാരണം എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പൊതുവേ എനിക്കിനിപ്പോൾ മഴ വേണമെന്നില്ല, രാവിലെ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാട്ടോ ഞാൻ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ എങ്ങനെയൊക്കെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ദോശയാണ് കേട്ടോ ചായക്ക് കടി. അപ്പോൾ അതും ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതും കൂട്ടി കഴിച്ചു. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കണതൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ മുതിര നമ്മൾ 2 ദിവസം മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു, പിന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ല, അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ കഴുകിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതാവുമ്പോഴേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ പുറത്ത് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു യൂറിൻ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നല്ല വെള്ളം കുടിക്കും. പിന്നെ അതല്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് എനിക്ക് മുന്നേ വന്നപ്പോഴും വെള്ളം കുടിക്കണമെന്ന് പറയും. ആ സമയങ്ങളിലൊക്കെ ഞാൻ കുറച്ച് പീരിയഡിലൊക്കെ ഞാൻ നല്ല വെള്ളം കുടിക്കും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാനത് മടിയായ കാരണം വെള്ളം കൂടി കുറച്ചൊന്ന് കുറയ്ക്കും. അപ്പോഴാണ് ഈ സംഗതി വീണ്ടും വരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പറ്റില്ല, കാരണം എൻ്റെ അടുത്ത് ഡോക്ടർ നല്ല രീതിക്ക് പറഞ്ഞ് നല്ലോണം വെള്ളം കുടിക്കണം, കുറച്ച് കുറയുമ്പോൾ നല്ല പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നുണ്ടെന്ന്. പിന്നെ ഉണ്ണേണ്ട കയ്യിൽ നിന്ന് എനിക്ക് നല്ല ചീത്തയും കേട്ടിട്ടുണ്ട് കേട്ടോ, വെള്ളം കുടിക്കായിട്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും, ബോട്ടിലാക്കി വെക്കും കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ, നമ്മൾ റൈസ് കുക്കറിലാണ് ചോറ് വെക്കുകയെന്ന്. അപ്പോൾ ഇനി ഒരു ഒറ്റ തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് അതിലിറക്കി വെക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഇനി അല്ലറ ചില്ലറ സാധനങ്ങൾ എടുത്ത് വെക്കൽ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിന്ന് കറിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മീൻ കറിയാണ്. ഇവിടെ മിക്ക ദിവസങ്ങളിലും മീൻ തന്നെ ആയിരിക്കും, കാരണം ഇവിടുത്തെ അച്ഛന് മീനില്ലാതെ ചോറ് കഴിക്കില്ല. പൊതുവേ ആൾ കുറച്ചേ കഴിക്കുള്ളൂ. അത് ആ മീൻ കറി ഉണ്ടെങ്കിൽ മാത്രമേ ആൾ പിന്നെയും കഴിക്കുള്ളൂ. പച്ചക്കറിയൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നും മീൻ വാങ്ങിക്കും കേട്ടോ. കർക്കിടക മാസമായിട്ട് നമ്മൾ മീൻ വാങ്ങാതിരുന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഞാനിത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഉമ്മർത്ത് ഫാനില്ല, അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത് ഫാന്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.